ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കാൻഡില സ്റ്റഡി സർക്കിളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സെഷനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇന്ത്യൻ ആർമി സോൾജിയർ ടെക്നിക്കലിൻ്റെ മാത്സ് ഭാഗത്തു നിന്നും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ ഇതിൽ ചോദിച്ചിട്ടുള്ള സയൻസ് ദെൻ GK പോലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. സോ എന്തൊക്കെയാണ് ഈ ഭാഗത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് നോക്കാം. ഇതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഒന്നാമത്തെ ചോദ്യം നോക്കാം. ഫൈൻഡ് ദ ഡിഫറൻഷ്യൽ ഓഫ് സൈൻ 4x. സൈൻ 4xൻ്റെ ഡിഫറൻഷ്യലാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ 4 cos x, ഓപ്ഷൻ ബി 4 tan 4x, ഓപ്ഷൻ സി 1, ഓപ്ഷൻ ഡി -4 cos 4x. സോ നമുക്കറിയാം സൈൻ എക്സിൻ്റെ ഡിഫറൻഷ്യൽ എന്ന് പറയുന്നത് cos x ആണ്. സോ ഇവിടെ തന്നിട്ടുള്ളത് 4 cos x ആണ്. അപ്പോൾ ഒരു 4 അവിടെ കോൺസ്റ്റൻ്റ് ഉണ്ട്. ദെൻ ഡിഫറൻഷ്യൽ വരുന്നത് cos 4x ആയിരിക്കും. സോ നമ്മുടെ ആൻസർ 4 cos 4x. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം, 4 cos 4x. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ സ്ക്വയർ റൂട്ട് ഓഫ് 3,34,89,369? അപ്പം ഈ ഒരു സംഖ്യയുടെ സ്ക്വയർ റൂട്ടാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് 4 അക്കവും 5 അക്കവും വെച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ ഇത്രയും വലിയ സംഖ്യ 7 അക്കവും 8 അക്കമൊക്കെ ചെയ്യുന്നത് മറ്റൊരു മെത്തേഡിലാണ്, ഡിവിഷൻ മെത്തേഡ് എന്ന് പറയും. സോ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ ആൻസർ കണ്ടെത്താൻ പറ്റുമെന്ന് ശ്രമിക്കാം. ജസ്റ്റ് ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് നോക്കാം. 33 ഒന്നുകൂടി എടുത്ത് എഴുതാം. 33, 48, 93, 69 രണ്ടെണ്ണം വീതം സ്പ്ലിറ്റ് ചെയ്യാം. സോ ഫസ്റ്റ് 33 വരുന്നത്. 33ൻ്റെ ഉള്ളിൽ ഉള്ള ഒരു സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് സ്ക്വയർ എന്ന് പറയുന്നത് 25 സോ ഫസ്റ്റ് സംഖ്യ എപ്പോഴും എന്തായിരിക്കും? അപ്പം 5 ആയിരിക്കും. ദെൻ ഇനി ലാസ്റ്റ് സംഖ്യ നോക്കാം. അവസാനം 9 വരണമെങ്കിൽ ഒന്നെങ്കിൽ 3 ആയിരിക്കണം അവസാന സംഖ്യ, അല്ലെങ്കിൽ 7 ആയിരിക്കണം. സോ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ ഓപ്ഷനിൽ എല്ലാം തന്നിട്ടുള്ളത് അവസാന അക്കം 7. സോ ഇനി നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത് നടുവിൽ 2 അക്കം. അപ്പോൾ 2 ഓപ്ഷൻ ക്യാൻസലായി. ഓപ്ഷൻ സിയും ക്യാൻസൽ ആയിട്ടുണ്ട്, ഓപ്ഷൻ ഡിയും ഇവിടെ ക്യാൻസൽ ആയിട്ടുണ്ട്. ദെൻ ഇപ്പോൾ നമുക്ക് ബാക്കിയുള്ളത് ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും ആണ്. 58, 87 ആണോ ശരി ഉത്തരം, അതോ 57, 87 ആണോ ശരി ഉത്തരം എന്നാണ് നമ്മൾ അറിയേണ്ടത്. സോ നമ്മൾ ഉപയോഗിക്കേണ്ട മെത്തേഡ് എന്ന് പറയുന്നത് ഡിവിഷൻ മെത്തേഡാണ്. സോ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. സോ നമുക്കിത് സാധാ ഹരിക്കുന്ന പോലെ ഇവിടെ കൊടുക്കാം. ഇനി ഇവിടെ ചെയ്യേണ്ടത് സ്പ്ലിറ്റ് ആക്കുക. 33, 48, 93, 69 2 സംഖ്യകൾ വീതം സ്പ്ലിറ്റ് ആക്കിയതിന് ശേഷം ഇവിടെ ആദ്യത്തെ 2 സംഖ്യ എടുക്കാം. 33ൻ്റെ ഉള്ളിൽ വരുന്ന സ്ക്വയർ എന്ന് പറയുന്നത് 25 ആണ്. അപ്പോൾ 25 5ൻ്റെ സ്ക്വയറാണ്. അപ്പോൾ അത് ഇങ്ങോട്ട് കയറ്റി എഴുതുക 5. ദെൻ ആ സംഖ്യ തന്നെ ഇവിടെ എഴുതുക. 5 × 5 25, അതായത് 5ൻ്റെ ആ സ്ക്വയർ ഇങ്ങോട്ട് ഇറക്കി എഴുതുക. ദെൻ 33 നിന്നും 25 കുറച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് 8. ദെൻ അടുത്ത് ചെയ്യേണ്ടത് ഈ 48 ഇങ്ങോട്ട് ഇറക്കി എഴുതുക. അടുത്ത 2 സംഖ്യ ഇറക്കി എഴുതുക. ദെൻ ഇനി ചെയ്യുന്നത് ശ്രദ്ധിക്കുക, 5ൻ്റെ ഇരട്ടി എടുക്കുക. 5ൻ്റെ ഇരട്ടി എന്ന് പറയുന്നത് 10. ദെൻ ഇനി ഇവിടെ എടുക്കുന്ന ഒരു സംഖ്യ, ഈ ഒരു സംഖ്യ കൂടെ ഇവിടെ വരണം. അതായത് ഇവിടെ ഏത് സംഖ്യയാണോ ഇതിൻ്റെ 10ൻ്റെ കൂടെ ചേർക്കുന്നത് ആ സംഖ്യ കൊണ്ട് അത് ഗുണിക്കുമ്പോൾ 848 അതിന് തൊട്ട് താഴെയുള്ള ഒരു നമ്പറായിട്ട് വരണം. എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ 6 എടുക്കുക എന്ന് കൺസിഡർ ചെയ്യുക. അതായത് 106 × 6 എന്ന് വരും. ഓക്കെ, then ഇത് മൾട്ടിപ്ലൈ ചെയ്യുക. 36 6 ശിഷ്ടം 3 ഉണ്ടാവും. 6 0 ഇവിടെ ഒരു 3 വരും. 6 636 വരും. അപ്പോൾ ഇതിങ്ങനെയാണ് എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഈ 2 ഓപ്ഷനാണ് നമ്മുടെ ടാർഗറ്റ്. ഒന്നുകിൽ 5887 ആണോ അല്ലെങ്കിൽ 5787 ആണോ എന്നാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ ഈ ഒരു വാല്യൂ കൊടുക്കാം. ഒന്നെങ്കിൽ 8 കൊടുത്ത് നോക്കാം നമുക്ക്. ഇവിടെ 108 × 8 8 8 64 4 ശിഷ്ടം 6 ഇവിടെ വരും. 8 8. അപ്പോൾ ഇത് 864 വന്നു. അതായത് ഈ ഒരു സംഖ്യയുടെ പുറത്തേക്ക് കടന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളിവിടെ കൊടുക്കേണ്ട വാല്യൂ 7 അപ്പോൾ 107 × 7 49 177 749. അതായത് ഈ സംഖ്യ ഇവിടെ കൊടുത്തു, ഇവിടെ 57. അപ്പോൾ നമ്മുടെ ആൻസർ നമുക്ക് ഇവിടെ തന്നെ കിട്ടി. 5787 നമ്മുടെ ആൻസർ വരുന്നത്.
സോ ഇനി നമ്മളത് പൂർണ്ണമായിട്ട് ചെയ്യണമെന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു മെത്തേഡ് എങ്ങനെയാണ് ഈ ഒരു ഡിവിഷൻ മെത്തേഡ് വലിയ സംഖ്യകൾ വരുന്നത് എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എന്തായാലും ചെയ്യുന്നതായിരിക്കും. അപ്പം ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 5787. അടുത്ത ചോദ്യം, കാൽക്കുലേറ്റ് ദ സിമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ 400 ഫോർ ഹാഫ് ഇയേഴ്സ് അറ്റ് 5% ഇൻട്രസ്റ്റ് പെർ ആനുവം. ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് 400 രൂപയ്ക്ക് അര വർഷത്തേക്കുള്ള 5% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണെങ്കിൽ അതിൻ്റെ സിമ്പിൾ ഇൻട്രസ്റ്റ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ 100, ഓപ്ഷൻ ബി 10, ഓപ്ഷൻ സി 75, ഓപ്ഷൻ ഡി 25. നമ്മുടെ എമൗണ്ട് 400 ആണ്. അപ്പോൾ ഇത് ഒരു വർഷത്തേക്കുള്ള പലിശ എന്ന് പറയുന്നത് 5%. അപ്പോൾ ഒരു വർഷത്തേക്കുള്ള 5% പലിശ എന്ന് പറയുന്നത് ഇതിൻ്റെ 10% 40 സോ 5% എന്ന് പറയുന്നത് 20 ആണ്. അപ്പോൾ ഇത് ഒരു വർഷത്തേക്കുള്ള പലിശയാണ്. നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത് അര വർഷത്തേക്കുള്ളതാണ്. 20ൻ്റെ പകുതി 10 രൂപയാണ് ഒരു 6 മാസത്തേക്കുള്ള പലിശ വരുന്നത്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം, ഇവാലുവേറ്റ് 60 ക്യൂബ് ഇൻറ്റു 6. 60 ക്യൂബ് ഇൻറ്റു 6ൻ്റെ വാല്യൂ ആണ് ചോദിച്ചിട്ടുള്ളത്. സോ 6ൻ്റെ ക്യൂബ് എന്ന് പറയുന്നത് 216 ആണ്. ദെൻ 3 0 ഉണ്ടാവും, 3 0 കൊടുക്കുക, ഇൻറ്റു 6 0 0 0 6 6 36 6 ശിഷ്ടം 3 ഒരു 6 6 3 9. ദെൻ 2 6 12 12 96 3 0. അപ്പോൾ നമ്മുടെ ആൻസർ എന്നത് ഓപ്ഷൻ സി ആണ്, 12 96 3 0. അടുത്ത ചോദ്യം, എ 225 മീറ്റർ ലോങ് ട്രെയിൻ ക്രോസ്ഡ് എ 275 മീറ്റർ ടണൽ ഇൻ 1 മിനിറ്റ്. ഫൈൻഡ് ദ സ്പീഡ് ഓഫ് ദ ട്രെയിൻ. ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഒരു ട്രെയിന് 225 മീറ്റർ നീളമുണ്ട്, അതൊരു 275 മീറ്ററുള്ള ടണൽ 1 മിനിറ്റ് കൊണ്ട് ക്രോസ് ചെയ്യുകയാണ്. അങ്ങനെയെങ്കിൽ ആ ട്രെയിനിൻ്റെ സ്പീഡ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. സോ സ്പീഡ് നമ്മളോട് ചോദിച്ചത് കിലോമീറ്റർ പെർ ഹവറിലാണ്. ഓപ്ഷൻ എ 20 കിലോമീറ്റർ പെർ ഹവർ, ഓപ്ഷൻ ബി 15 കിലോമീറ്റർ പെർ ഹവർ, ഓപ്ഷൻ സി 30 കിലോമീറ്റർ പെർ ഹവർ, ഓപ്ഷൻ ഡി 25 കിലോമീറ്റർ പെർ ഹവർ. സോ നമുക്കറിയാം സ്പീഡ് കാണാനുള്ള ഇക്വേഷൻ സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. അപ്പോൾ ഇവിടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ഒരു ടണലിൻ്റെ ലെങ്ത്തും ഇവിടെ ആഡ് ചെയ്യണം, ദെൻ ഈ ഒരു ട്രെയിനിൻ്റെ ലെങ്ത്തും കൂടെ ആഡ് ചെയ്യണം. 225 പ്ലസ് 275 500 ആണ്. ഡിവൈഡഡ് ബൈ ഇനി ടൈം ഇവിടെ തന്നിട്ടുള്ളത് 1 മിനിറ്റിലാണ്. സോ നമ്മളിത് മീറ്ററിലായതുകൊണ്ട് നമുക്കിതിനെ സെക്കൻഡിലോട്ട് മാറ്റാം, ചെയ്യാനുള്ള എളുപ്പം കൊണ്ടാണ്. ദെൻ ഇത് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടുന്നത് മീറ്റർ പെർ സെക്കൻഡിലോട്ടാണ്, പക്ഷെ നമുക്ക് കിട്ടേണ്ടത് കിലോമീറ്റർ പെർ ഹവറിലോട്ടാണ്. അപ്പം എന്ത് ചെയ്യണം, ഒരു ഇൻറ്റു 18/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ ഇനി നമുക്ക് ചെയ്യാം. 5 കൊണ്ട് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ 100 വരും. ഇനി ഈ ഒരു 0 കട്ട് ചെയ്യാം. ദെൻ ഇവിടെ 6 ഉണ്ട്, 18ൽ 3 പ്രാവശ്യം ഉണ്ട്. സോ ഇവിടെ ബാക്കിയുള്ളത് ഒരു 0 ആണ്. അപ്പോൾ മീൻസ് 10 × 3 അതായത് 30 കിലോമീറ്റർ പെർ ഹവറാണ് നമ്മുടെ ആൻസർ, ഓപ്ഷൻ സി. അടുത്ത ചോദ്യം, എ ഫീൽഡ് മെഷേഴ്സ് 450 മീറ്റർ ലെങ്ത് ആൻഡ് 250 മീറ്റർ വിഡ്ത്ത്. വാട്ട് വിൽ ബി ദ കോസ്റ്റ് ഓഫ് ഇറക്റ്റിംഗ് എ fence along its perimeter if the rate of fencing is chargeable at 50 paise per meter. ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഒരു ഫീൽഡ് ഉണ്ട്, ഒരു പാടാന്ന് കരുതുക. അതിൻ്റെ നീളം എന്ന് പറയുന്നത് 450 മീറ്ററാണ്. then അതിൻ്റെ വീതി 250 മീറ്റർ. അപ്പം ഇതിൻ്റെ ഒരു ചുറ്റുവേലി കെട്ടുക എന്ന് കരുതുക. അപ്പം 1 മീറ്ററിന് ആവുന്ന പൈസ 50 പൈസയാണ്. അങ്ങനെയെങ്കിൽ ഇത് മൊത്തമായിട്ട് കെട്ടുമ്പോൾ ഒരു ചുറ്റുവേലി കെട്ടുക എന്നുണ്ടെങ്കിൽ അതിന് എത്ര കോസ്റ്റ് വരും? നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഇതിൻ്റെ ചുറ്റളവാണ്. അപ്പോൾ ഒരു ഭാഗം 250 മറ്റേ ഭാഗം 450 ആണ്. സോ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് 700 ആണ്. 700 × 2 1400 മീറ്ററാണ് ഇത് മൊത്തം ഉള്ളത്. 1 മീറ്ററിന് 50 പൈസയാണെങ്കിൽ 1400 മീറ്ററിന് എത്ര ആവും? 700 രൂപയാവുള്ളൂ. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം, 700. അടുത്ത ചോദ്യം,
If a train running at the speed of 86.4 km per hour, then how much distance will it cover in 10 minutes? ഒരു ട്രെയിന് 86.4 കിലോമീറ്റർ പെർ ഹവറിൽ വേഗതയിൽ സഞ്ചരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് അത് സഞ്ചരിക്കുന്ന ദൂരം എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്കറിയാം ഡിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ സ്പീഡ് ഇൻറ്റു ടൈമാണ്. അപ്പോൾ ഇവിടെ സ്പീഡ് കൊടുത്തിട്ടുള്ളത് 86.4. ദെൻ ടൈം ഇവിടെ 10 മിനിറ്റ്സിലാണ് കൊടുത്തിട്ടുള്ളത്. സോ നമുക്ക് ആൻസർ മൊത്തം വരുന്നത് കിലോമീറ്ററിലാണ്. അപ്പോൾ അതിനെ നമ്മൾ ഹവറിലോട്ട് കൺവേർട്ട് ചെയ്യണം. 10/60. ഇനി ഈ 10നെ ഈ 0 ഇവിടെ കട്ട് ചെയ്യാൻ നിൽക്കണ്ട, അത് ഇങ്ങനെ എഴുതാം 864/60. ഇനി ഒരു വാല്യൂ നമുക്ക് ഹരിച്ചു നോക്കാം. 864/60 1 ദെൻ 240 4 60 ഉണ്ട്. സോ നമുക്കിവിടെ 4 കൊടുക്കാം. 6 4 24 240. ദെൻ ഇവിടെ ബാക്കി വരുന്നത് ഒരു 240 കൂടെ 24 കൂടെ ഉണ്ട്. ദെൻ നമുക്കൊരു പോയിൻ്റ് കൊടുക്കാം 240 4. നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി 14.4 കിലോമീറ്റർ ആണ്. അടുത്ത ചോദ്യം, ഇഫ് a plus b is equal to 9 and ab is equal to 20, find the value of a square plus b square. ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് a plus bയുടെ വാല്യൂ 9 ആണ്, എ ബിയുടെ വാല്യൂ 20 ആണ്. അങ്ങനെയെങ്കിൽ a സ്ക്വയർ പ്ലസ് ബി സ്ക്വയറിൻ്റെ വാല്യൂ ഓപ്ഷൻ എ 21, ഓപ്ഷൻ ബി 41, ഓപ്ഷൻ സി 60, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് തന്നത് a plus b രണ്ട് സംഖ്യകൾ കൂട്ടിയിട്ടുണ്ടെങ്കിൽ 9ഉം ദെൻ ആ രണ്ട് സംഖ്യകൾ ഗുണിച്ചിട്ടുണ്ടെങ്കിൽ 20ഉം. ഇപ്പോൾ 20 മൾട്ടിപ്പിൾ ആവാൻ സാധ്യതയുള്ളത് ഒന്നെങ്കിൽ 1 × 20 അല്ലെങ്കിൽ 5 × 4 4 × 5 അല്ലെങ്കിൽ 2 × 10 ഇത്രയും ചാൻസസ് ആണുള്ളത്. സോ നമുക്ക് ഇവിടെ രണ്ട് സംഖ്യകൾ കൂട്ടിയിട്ടുണ്ടെങ്കിൽ a plus b 9 ആയിരിക്കണം. അപ്പോൾ a plus b 9 ആയിരിക്കണമെങ്കിൽ സംഖ്യ ഒന്ന് 5ഉം മറ്റേത് 4ഉം ആണ്. അപ്പോൾ രണ്ട് സംഖ്യകൾ കിട്ടി. a is equal to 5ഉം b is equal to 4ഉം. ദെൻ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് a സ്ക്വയർ പ്ലസ് ബി സ്ക്വയറിൻ്റെ വാല്യൂ 5ൻ്റെ സ്ക്വയർ 25 ആണ് പ്ലസ് 4ൻ്റെ സ്ക്വയർ 16 ആണ്. നമുക്ക് വരുന്നത് 41 ആണ് ശരി ഉത്തരം, ഓപ്ഷൻ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ദ സം ഓഫ് ടു നമ്പേഴ്സ് ഈസ് 97 ആൻഡ് ദർ ഡിഫറൻസ് ഈസ് 37, വാട്ട് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ദ നമ്പേഴ്സ്? ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് രണ്ട് സംഖ്യകൾ കൂട്ടിയിട്ടുണ്ടെങ്കിൽ 97ഉം കുറച്ചിട്ടുണ്ടെങ്കിൽ ആ സംഖ്യകൾ തമ്മിൽ കുറച്ചിട്ടുണ്ടെങ്കിൽ 37ഉം അങ്ങനെയാണെങ്കിൽ ആ സംഖ്യകൾ തമ്മിൽ ഗുണിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടുന്നത് എത്രയായിരിക്കും? ഓപ്ഷൻ എ 2378, ഓപ്ഷൻ ബി 840, ഓപ്ഷൻ സി 2010, ഓപ്ഷൻ ഡി 1736. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യനിലൂടെ നമുക്ക് പോകാം. a plus b എന്ന് പറയുന്നത് 97 ആണ്. ദെൻ a minus b എന്ന് പറയുന്നത് 37. അപ്പോൾ നമുക്ക് ഇന്ന് ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. അതായത് 97 - 37 എന്ന് പറയുന്നത് 60 ആണ്. ഇവിടെ ഒരു മൈനസ് ബിയും ഉണ്ട്, ഇവിടെ പ്ലസ് ബിയും ഉണ്ട്, ഒരു മൈനസ് ബിയും ഉണ്ട്, ക്യാൻസലായി. സോ നമുക്കിവിടെ ബാക്കിയുള്ളത് 2a ഈസ് ഈക്വൽ ടു 30. അപ്പോൾ ഒരു സംഖ്യ 30 ആണ്. ദെൻ അടുത്ത സംഖ്യ എത്രയായിരിക്കും? 97 കിട്ടണമെങ്കിൽ 67 ആയിരിക്കും. അപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഇനി ഈ ഒരു സംഖ്യയുടെ പ്രൊഡക്റ്റാണ് 67 × 30. 0 3 7 21 2 3 6 18 2 20. 2010 നമുക്ക് ആൻസർ വരുന്നത്, ഓപ്ഷൻ സി. അടുത്ത ചോദ്യം, സം ഓഫ് 5 + 8 + 11 + 14 + etc. + 22 ടേം വിൽ ബി. അതായത് ഈ ഒരു സീരീസ്, അതായത് സീരീസ് അല്ല, ഇത് ആഡ് ചെയ്തിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ 5 8 11 14 അങ്ങനെ തുടങ്ങി 22ാമത്തെ സംഖ്യ വരെ ഉണ്ട്. ഈ സംഖ്യകളുടെ മൊത്തം തുകയാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ 1003, ഓപ്ഷൻ ബി 803, ഓപ്ഷൻ സി 903, ഓപ്ഷൻ ഡി 703. സോ നമ്മൾ ആദ്യം കാണേണ്ടത് ഈ 22ാമത്തെ ടേമാണ്. സോ നമുക്ക് a + n - 1 × d ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ടേം 5 ആണ്. ദെൻ 21 ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 3 ആണ്. × 3 5 + 63, അതായത്
68 വരും. ഈ ലാസ്റ്റ് ടേം അതായത് 22ാമത്തെ ടേം 68. സോ നമ്മളോട് ഇതിൻ്റെ സമ്മാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും നമുക്ക് അറിയാമെങ്കിൽ സമ്മ് കാണാനുള്ള ഇക്വേഷൻ S=n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. S=, ഇവിടെ n/2 22 ആണ് ഉള്ളത്. സോ n എന്ന് പറയുന്നത് 11 ആണ്. 11 n/2 11 ആണ്. ഫസ്റ്റ് ടേം 5 പ്ലസ് ലാസ്റ്റ് ടേം 68 ആണ്. സോ ഇവിടെ വരുന്നത് 11 ഇൻറ്റു 68 പ്ലസ് 5 73. സോ ഇതിൻ്റെ ലാസ്റ്റ് ടേം നോക്കി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ 3 ആണ്. സോ എല്ലാത്തിലും 3 ആണ്. ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. സോ 73 ഇൻറ്റു 11 3 7 3 7 3 7 3 10 ഇഷ്ടം 1 1 8 803 ആണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം, ദ പെരിമീറ്റർ ഓഫ് ആൻ ഇക്വാലൻറ്റ് ട്രയാങ്കിൾ ഈസ് 18 സെൻറ്റിമീറ്റർ, ഫൈൻഡ് ഇറ്റ്സ് ഏരിയ. നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഒരു ഇക്വാലൻറ്റ് ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ ചുറ്റളവ് 18 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയെങ്കിൽ അതിൻ്റെ ഏരിയ കാണാനാണ് ചോദിച്ചിട്ടുള്ളത്. ഒരു ഇക്വാലൻറ്റ് ട്രയാങ്കിളിൻ്റെ A = √3/4 A² എന്നാണ്. അപ്പോൾ ഒരു ഇക്വാലൻറ്റ് ട്രയാങ്കിളാണ്. അതായത് 3 വശവും ഒരുപോലെ നീളമുള്ളതാണ്. അപ്പോൾ 18 ആകുമ്പം ഓരോ വശത്തിൻ്റെ നീളം 6 6 6. അപ്പം A = 6 ആണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ ഏരിയ കാണാൻ എളുപ്പമാണ്. √3/4 ഇൻറ്റു 6². സോ √3/4 ഇൻറ്റു 36. 36 9 4 ഉണ്ട്. സോ നമ്മുടെ ആൻസർ 9√3. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. 9√3 cm². അടുത്ത ചോദ്യം, ഹൗ മെനി ഡയഗണൽസ് ക്യാൻ ബി ഡ്രോൺ ഇൻ എ പോളിഗൺ വിത്ത് n സൈഡ്സ്? n സൈഡ്സ് ഉള്ള ഒരു പോളിഗണിന് എത്ര ഡയഗണൽസ് ഉണ്ടാകും? ഓപ്ഷൻ എ n × n-3² ഓപ്ഷൻ ബി n × n+3², ഓപ്ഷൻ സി n × n-2², ഓപ്ഷൻ ഡി n × n+2². ഇതിൻ്റെ ആൻസർ വന്നത് ഓപ്ഷൻ എ ആണ്. ഒരു n സൈഡുള്ള പോളിഗണിൻ്റെ ഡയഗണൽസ് കാണുന്ന ലൊക്കേഷൻ n × n-3² ഓർത്ത് വെക്കണം. നമുക്ക് ക്വസ്റ്റ്യനിൽ ചിലപ്പം n മാറ്റിയിട്ട് ഏതെങ്കിലും സംഖ്യ തരും. അങ്ങനെയെങ്കിൽ നമുക്ക് ഡയഗണൽസ് കാണാൻ വേണ്ടി ഉപയോഗിക്കേണ്ട ഇക്വേഷനാണ്. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം, എ ട്രേഡർ മാർക്സ് ഹിസ് പ്രൈസ് ഓഫ് ആൻ ആർട്ടിക്കിൾ ഈസ് 20% എബവ് ദ കോസ്റ്റ്. ഹി ഗിവ്സ് ഡിസ്കൗണ്ട് ടു ഹിസ് കസ്റ്റമർ ആൻഡ് ഗെയിൻസ് 8%. വാട്ട് ഈസ് ദ ഡിസ്കൗണ്ട്? ഓപ്ഷൻ എ 21%, ഓപ്ഷൻ ബി 10%, ഓപ്ഷൻ സി 4%, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഒരു ട്രേഡർ അയാളുടെ ഒരു ആർട്ടിക്കിൾ അയാളുടെ കസ്റ്റമർ വരുന്നതിന് മുന്നേ 20% കോസ്റ്റ് പ്രൈസ് കൂട്ടിയിട്ട്, അതായത് 100 രൂപയുടെ സാധനത്തിന് 120 രൂപയാക്കി 20% ഇൻക്രീസ് ചെയ്തു. ദെൻ അയാൾ ഒരു സർട്ടൈൻ ഡിസ്കൗണ്ട് അയാളുടെ കസ്റ്റമറിന് കൊടുത്തതിന് ശേഷം അയാൾക്ക് കിട്ടിയ ലാഭം എന്ന് പറയുന്നത് 8% ആണ്. അങ്ങനെയെങ്കിൽ ആ കസ്റ്റമർ കൊടുത്തിട്ടുള്ള ഡിസ്കൗണ്ടാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഇത് 8% അയാൾക്ക് ലാഭം കിട്ടിയെങ്കിൽ ആദ്യത്തെ പ്രൈസ് 100 രൂപയാണ്. സോ അയാൾക്ക് വിൽക്കുമ്പോൾ കിട്ടിയ പൈസ എന്ന് പറയുന്നത് 108. ആദ്യം 100 രൂപയുടെ സാധനമായിരുന്നു, അയാളത് 120 രൂപയാക്കി, അതായത് 20% ഇൻക്രീസ് ചെയ്തു. അയാളുടെ ഒരു സർട്ടൈൻ ഡിസ്കൗണ്ട് അയാളുടെ കസ്റ്റമറിന് കൊടുത്തതിന് ശേഷം ആ വസ്തു വിറ്റ് പോയപ്പോൾ അയാൾക്ക് കിട്ടിയത് 108 രൂപയാണ്. അങ്ങനെയെങ്കിൽ കൊടുത്ത ഡിസ്കൗണ്ട്, അപ്പോൾ ഇനി ഇവിടെ നോക്കിയാൽ മതി 120 നിന്ന് എത്ര കുറയ്ക്കുമ്പോഴാണ് 108 കിട്ടുന്നതെന്ന്. 12 രൂപയാണ് അയാൾക്ക് ഡിസ്കൗണ്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 12 രൂപ 120-ന് എത്ര പെർസെൻറ്റേജ് ആയിരിക്കും? 10% ആയിരിക്കും. സോ കൊടുത്തിരിക്കുന്ന ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് 10%. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ഈ ഒരു സെഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇഫ് ദ റേഡിയസ് ഓഫ് എ സർക്കിൾ ഈസ് ട്രിപ്പിൾഡ്, ഇറ്റ്സ് പെരിമീറ്റർ വിൽ ഇൻക്രീസ് ഹൗ മെനി ടൈംസ് ടു ഇറ്റ്സ് പ്രീവിയസ് പെരിമീറ്റർ?
ഓപ്ഷൻ എ 1/3, ഓപ്ഷൻ ബി 3 ടൈംസ്, ഓപ്ഷൻ സി 2 ടൈംസ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. അതായത് ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഒരു സർക്കിളിൻ്റെ റേഡിയസ് ട്രിപ്പിൾ ചെയ്തു. അങ്ങനെയെങ്കിൽ അതിൻ്റെ ആദ്യത്തെ പെരിമീറ്ററും അതിന് ട്രിപ്പിൾ ചെയ്തതിന് ശേഷം ഉണ്ടായിട്ടുള്ള പെരിമീറ്ററും തമ്മിലുള്ള വ്യത്യാസമാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഒരു സർക്കിളിൻ്റെ പെരിമീറ്റർ കാണാനുള്ള ഇക്വേഷൻ 2πr, സർക്കംഫറൻസ് എന്ന് പറയുന്നത് 2πr ആണ്. ഇതിന് റേഡിയസ് ട്രിപ്പിൾ ചെയ്തു എന്ന് പറഞ്ഞാൽ 6 3r ആയിട്ട് മാറി. സോ 2π3r ആയി. അതായത് 3×2 6 6πr എന്ന് വന്നു. അപ്പം ആദ്യത്തേതിൽ നിന്നും ഇത് ട്രിപ്പിൾ ചെയ്തപ്പോൾ ഉണ്ടായ അതിൻ്റെ പെരിമീറ്ററിൻ്റെ വ്യത്യാസം എത്രയാണ്? 3 ടൈംസ് ആണ്. 2πr 6πr ആയിട്ട് മാറി. അതായത് 3 ടൈംസ് ഇൻക്രീസ് ചെയ്തു. നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 3 ടൈംസ്. സോ ഇന്ന് നമ്മൾ ഈ ഒരു ഇന്ത്യൻ ആർമിയുടെ സോൾജിയർ ടെക്നിക്കലിലെ മാത്സ് ഭാഗത്തുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്തിട്ട്. സോ ഈ ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അതായത് ടെക്നിക്കലിൽ നമ്മൾ ചെയ്തിട്ടുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യനിലെ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഇന്നത്തെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നവരേക്കും ജയ് ഹിന്ദ്.